ഹൗ എൻ്റെ ഗുരുവായൂരപ്പം എത്ര ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട്. ഇന്നൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കണം. ഇന്ന് നമ്മളൊരു പോർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തിരക്കായി പോയിടും, അതിൻ്റെ ഇടയ്ക്ക് സുഖമില്ലാണ്ടായി, ഭയങ്കര ചുമ ഇതൊക്കെ. അപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓപ്പണിങ് കാര്യം എല്ലാവരും അറിഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല, അതൊരു 2-3 ദിവസം കൊണ്ട് ഓപ്പൺ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നൊരു പോർക്ക്, കുടക് സ്റ്റൈലിൽ പോർക്ക്, നമ്മുടെ കുടക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂർഗ്, ഇപ്പോഴത്തെ കർണാടകത്തെ ആ സ്റ്റൈലിൽ നമ്മളൊരു പോർക്ക് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഞാൻ ഓൾറെഡി ഒരു 2 കിലോ മീറ്റ് ഈ പരുവത്തിൽ കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട്, വളരെ ചെറിയ പീസായിട്ട്, 1 മിനിറ്റ്, ഇതാ ഈ ഒരു സൈസിൽ നമ്മൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയ ഒരു പോർക്കാണ്. പോർക്ക് ഒന്നാമത് എന്താ വെച്ചാൽ ഞാൻ കഴിക്കില്ല, എനിക്ക് ഓൾറെഡി അത്ര വലിയ താല്പര്യമില്ലാത്തൊരു കേസാണ്, എനിക്കിഷ്ടമല്ല. പക്ഷെ ആര്യമോളും ഡാഡി, അമ്മ കഴിക്കില്ല, അനിയന്മാരും കഴിക്കും, എനിക്ക് വലിയ താല്പര്യമില്ല. ഇതിൻ്റെ നമുക്കൊരു ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത് കുറച്ച് വിനാഗിരി നമ്മൾ കുറച്ച് ഒഴിക്കണം. എന്താ വെച്ചാൽ ഈ ഒരു പച്ച ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ കുറച്ചിട്ടോ, അധികം ഇടരുത്, മതി, ഒരു പൊടിക്ക് കൂട്ടണ്ട, മതി. അപ്പോൾ ഇത്രയും വിനാഗിരി ആദ്യം നമ്മളൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പച്ച ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോകും. ഒരു മീറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലേ, ഒരുമാതിരി ടേസ്റ്റാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ചൊരു തൽക്കാലം ഒരു 1/4 ടീസ്പൂൺ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂണ് ഞാൻ ഇട്ടു. ഇതൊന്ന് ജസ്റ്റ് അതിൽ കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് വേവിച്ചാൽ ഇതാ 1 ടീസ്പൂണ്, ഒരു 1.5 ടീസ്പൂണ് ഉപ്പും കൂടെ നമ്മൾ എടുത്തിട്ടു. അപ്പം നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി കുറച്ച് ഇതിൽ വെള്ളം ഉണ്ട്, നമ്മൾ ഈ വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് ഇതിലേക്ക് ഇറങ്ങി വരും. അതിനെക്കൊണ്ട് വല്ലാതെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം തന്നെ, ഈ മീറ്റിലുള്ള വെള്ളം തന്നെ ഇറങ്ങി ഒന്ന് വരും. ഒന്ന് നോക്കിയേ, ഇത് ഞാൻ കുക്കറിലിട്ടൊന്ന് ആദ്യം വാഷ് ചെയ്തിട്ട് ഓക്കെ. ഇവിടെ ഞാൻ ഓൾറെഡി വെള്ളം സെറ്റ് ചെയ്ത് വെച്ചോണ്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്ത്, ഇപ്പോൾ ബാക്കി അത് കുക്കറിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ അത് സെറ്റാവും. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കാനുള്ള പരിപാടിയാണ്. ഒരു മിനിമം ഒരു 8 വിസിൽ വേണം, മനസ്സിലായി? ഒരു 8 വിസിലെങ്കിലും മിനിമം വേണം. ഇനിയാണ് ഇതിൻ്റെ ഒരു പരിപാടി നടക്കുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞില്ലേ. ഇനി നിങ്ങൾ പോകരുത് കേട്ടോ, സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇനി ഉണ്ടാക്കാനത് ഒരു 8 വിസിൽ കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇപ്പോൾ വരാം. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പയറുണ്ടാക്കാൻ വിചാരിച്ചു. ആദ്യം ഒരു പയറുണ്ടാക്കിയതിൻ്റെ ഒരു ക്ഷീണം മാറിയില്ല. പയറുപ്പേരി ഉണ്ടാക്കാൻ എന്താ, കുറച്ച് വെള്ളം ഒഴിച്ച് വിചാരിച്ച് എന്താ പ്രശ്നം? അത് ടേസ്റ്റ് കുറവൊന്നുമില്ല, അത് ഒരു പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ വലിയത് ഉണ്ടാക്കാം, നമ്മുടെ സ്റ്റൈലിൽ കുറച്ച് വെള്ളം ഒഴിച്ചെന്നുള്ളൂ, നല്ലോണം വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഏകദേശം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. നല്ല നാടൻ പയറാട്ടോ, അതിന് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല പച്ച പയർ. ഇതൊന്ന് ജസ്റ്റ് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചാണ്ട് വെച്ച് കൊടുത്താൽ ചെറിയ ഉള്ളിയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ പയറുപ്പേരിയിൽ പറഞ്ഞാൽ. കേട്ടോ, ഇത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്കൊന്ന് സെറ്റ്. ഇതിൽ എൻ്റേതായിട്ടുള്ള ചെറിയൊരു പരിപാടി ഉണ്ട്. അതായത് ഇഞ്ചി യൂസ് ചെയ്ത് ഗാർലിക് പേസ്റ്റ് ഇല്ലേ, ഗാർലിക് പേസ്റ്റ് അത്രയും മതി. ഒരിത്തിരി കുറച്ച് ഗാർലിക് മിക്സ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ഉപ്പേരിക്ക്. ചില ആൾക്കാർ യൂസ് ചെയ്യും ഗാർലിക് മാത്രമാണ്, അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ ഒരു കഷ്ണം ഇട്ടാലും മതി. പക്ഷെ ഞാൻ ഗാർലിക്ക് മറ്റേ യൂസ് ചെയ്യാറ്, പേസ്റ്റാണ് യൂസ് ചെയ്യാറ്. പക്ഷെ മറ്റേതാണ് കേട്ടോ ടേസ്റ്റ്. പക്ഷെ പേസ്റ്റ് യൂസ് ചെയ്ത് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ചൊരു പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ട് അവിടെ കിടന്ന് തിളക്കട്ടെ. എന്താണടാ ഇതാ നമ്മളതായിട്ട് റെമഡി, കുറച്ച് വെള്ളമായി, ഇത്ര മതി.
ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടോ. ആദ്യമായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആൾക്കാരായിട്ടാണ് എടുത്ത് ടയറിലിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പയറുപ്പേരിയാണോ പയറുകറിയാണോ ഉണ്ടാക്കുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതേപോലെ ഉപ്പേരിയിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കുറച്ചേ ഇടാൻ പറ്റുള്ളൂ. ഓൾറെഡി കറിയിലും മറ്റേ ഇതിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ ഇതാ നോക്കിയേ, ഞാനിതാ ഒരു പൊടിക്ക് നുള്ളു ഉപ്പേ ഇട്ടിട്ടുള്ളൂ, മതി, ഇത്രയും മതി. ഉപ്പ് ലേശം കുറഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഉപ്പേരി, പക്ഷെ കൂടിക്കഴിഞ്ഞാൽ തോലരും. ഈ സാധനം കൊണ്ട് തിളക്കട്ടെ, നല്ലോണം വേവട്ടെ. അടച്ചിട്ട് വേവിച്ച സംഭവം സെറ്റാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ ഒരു ഹരം. പേടിച്ചോ? ഞാൻ നമ്മൾ 2 കിലോ ആണല്ലോ ക്വാണ്ടിറ്റി, അപ്പോൾ ഇത്ര ഞാൻ ഇഞ്ചി എടുത്താണ്. പിന്നെ ഒരു 12 മുളകോളം ഞാൻ നടു ചീന്തി വെച്ചത്. ഈ ഇഞ്ചി ഇപ്പം നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല, അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്താ ഇങ്ങനൊരു പരിപാടി വെച്ചിട്ട് ഏകദേശം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുന്ന മറ്റേ ചതക്കുന്നുണ്ടടാ. വേണ്ട വേണ്ട വേണ്ട, അതൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒരു പരിപാടി മതി, ഒന്നും കൂടെ ചതഞ്ഞാൽ മതി. ഞാൻ ചതച്ചില്ലായിരുന്നോ? ഇതാ ഈ ഒരു പരുവത്തിലാക്കി ഞാനൊന്ന് ഇങ്ങനെ ചതച്ചു മതി. പിന്നെ ഓൾറെഡി നമ്മളെ മറ്റേ പരിപാടി ഏത്, നമ്മുടെ ഗാർലിക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഏകദേശം ചൂടായിണം, വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ വേണം, കുറച്ചൊരു വെളിച്ചെണ്ണ വേണം. കുറച്ച് മതിയില്ലേ, പോർക്കിൽ ഓൾറെഡി നെയ്യുണ്ട്, പക്ഷെ ഈ ഒരു വെളിച്ചെണ്ണ വേണം. മതി. ഇത്രയും വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത് നമ്മൾ പച്ചമുളക് ഇടുന്നു. ഇഞ്ചിയും പച്ചമുളകും ഇട്ടു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മളെ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ഗാർലിക് പേസ്റ്റ് ഏകദേശം അത് നമുക്ക് ഒരു ആവശ്യത്തിന് ഇടുക എന്നുള്ളൊരു പരിപാടിയാണ് അതിൻ്റെ പരിപാടി. നമ്മൾ കൂടുതൽ ഇതിൽ നമ്മൾ ഒനിയൻസോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യരുത്. അവിടെ ഇതിൻ്റെ ഒരു റേഞ്ച് പോയി പോർക്ക് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കുടക് സ്റ്റൈലാണ് കേട്ടോ, കൂർഗ് സ്റ്റൈലാണ്. ശരി, സോറി. കുറച്ച് വിട്ട് നിൽക്കുമോ? കുറച്ച് വിട്ട് നിൽക്കും. അപ്പോൾ ഇതൊരു പൊട്ടിത്തെറിച്ചിലുണ്ട്, അതായത് വെള്ളം മുഴുവൻ പോവാണ്ട് ചേർത്തിട്ടാ വൈഫും പൊട്ടിത്തെറിക്കുക, ഇതും പൊട്ടിത്തെറിക്കുക. ഇതന്നെ എല്ലാ വീട്ടിലും അവസ്ഥ. ഇന്ന് പിന്നെ ആര്യമോൾ പീരീഡ്സാ, തീരെ വയ്യ. അപ്പം ഞാൻ ഇല്ല, പക്ഷെ എന്നാലും സാരമില്ല, അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതാ കിങ് ഇതാ ഏകദേശം നല്ല സെറ്റായിട്ടുള്ള സാധനം റെഡി ആയിട്ട് ഇതാ തിളച്ച്. ഞാനില്ലേ 10 വിസിലെടുത്താണ്. കണ്ടോ, ഓൾറെഡി ഇത്ര വെള്ളം ഒക്കെ സെറ്റാ. നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് കറി. നല്ല കുക്കറാട്ടോ, നല്ല കുക്കറാട്ടോ ഇപ്പത്തെ. ഇത് കണ്ട, ഇതൊന്ന് നമുക്ക് ഏകദേശം ഉണ്ടാക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് നല്ല തിളച്ച് വറ്റട്ടെ. സുന്ദരത്തെ കടന്ന് തിളക്കണം. ഇതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂണാണ് ഇട്ടത്. 1 ടീസ്പൂണിൽ കൂടി ഉപ്പ് ഇട്ടാൽ ഞാൻ അപ്പോൾ ടോട്ടൽ 2.5 ടീസ്പൂണാണ് ഉപ്പ് ഇട്ടത്. 2.5 കിലോ പോർക്കിന് 2.5 ടീസ്പൂൺ ഉപ്പ്. പക്ഷേ ടീസ്പൂണോ ടേബിൾ സ്പൂണോ? ടേബിൾ സ്പൂൺ. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിലേക്കാണ് ഇമ്പളെ ഒരു കിടിലൻ കുടകുത്ത മസാല വരുന്നത്.
ആ മസാലേൻ്റെ ബിസിനസ് ഞാൻ ചെയ്താലോ എന്ന് ആലോചിക്കുക പോർക്കിൻ്റെ. ഏട്ടപ്പ തുടങ്ങിയ ഹോട്ടല് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് പോരെ ഇനി അടുത്തത്. അത് ഏട്ടൻ ചെയ്യുന്നതല്ലല്ലോടാ, സജിമോള് ചെയ്യുന്നതല്ലേ. ആ എന്നാലും നിങ്ങൾ രണ്ടുപേരും. ഞാനൊന്ന് കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ സജിമോള് ചെയ്ത നമ്മളതല്ലേ. അപ്പം ഈ സ്കൂളൊക്കെ അങ്ങനെ തന്നെയല്ലേ, ഞാൻ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അത് സജിമോളുടെ പരിപാടിയാണ്. പക്ഷേ തട്ടുകട തുടങ്ങും. നല്ല ഫുഡാട്ടോ റെസ്റ്റോറൻറ്റത്തെ. നമ്മളത് വന്ന് കഴിച്ചു നോക്കണം. അവിടെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോർക്ക് പ്ലാൻ ചെയ്യില്ല. ഞാൻ പോർക്കിൻ്റെ മസാല പരിപാടി തുടങ്ങിയാലോ എന്ന് ആലോചിക്കാം. അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന പാക്കറ്റ് മസാല മാതിരിയൊന്നുമല്ല. ആ മസാല ഞാൻ കാണിച്ചു തരാം. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ആവാൻ പോകുന്ന ഒരു രീതി അടിപൊളിയാണ്. ഇനി നമ്മുടെ ഈ കുരുമുളക് പൊടി ഞാൻ ഓൾറെഡി നേരത്തെ ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്കൊരു 2 ടീസ്പൂണും കൂടെ ഞാൻ കുരുമുളക് പൊടി ഇട്ടു. എന്താ പറയുക, എരു മലബാറിൻ്റെ ഒരു പ്രത്യേക സാധനം. അപ്പോൾ എരു വേണം മീറ്റിൽ. ഇതുപോലുള്ള പോർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എരു മസ്റ്റായിട്ട് വേണം. ഞാൻ നേരത്തെ കണ്ടില്ല, ഒരു ഉപ്പൊക്കെ ഇട്ട് ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ റെഡി. നേരത്തെ ഓൾറെഡി നമ്മൾ കുക്കറിൽ ഇടുമ്പോൾ ഇട്ട സാധനങ്ങൾ തന്നെയാണ്, അത് കുറച്ചും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ ഏകദേശം ഈ ഒരു സ്ട്രക്ചർ കണ്ടോ, കറീൻ്റെ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു സ്ട്രക്ചർ കണ്ടോ കണ്ടോ. ഇത് ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മുടെ എന്തിനിടണ്ടേ, നമ്മളെ കൊമ്പനായ പോർക്ക് മസാല പൗഡർ. എൻ്റെ പൊന്നു മക്കളെ, ഇതാണ് മസാല. ഇതിൻ്റെ സ്മെല്ല് ഇത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ. ഇത് നമ്മളൊരു അളവ് എന്ന് പറഞ്ഞാൽ ഒരു 1-2 ടീസ്പൂണാണ് അളവ്. മതി. ഏകദേശം നമുക്കൊരു 2 ടീസ്പൂണോളം, 2 കിലോന് 2 ടേബിൾ സ്പൂണോളം ഈ സാധനം വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു കളർ ടോണേ മാറും. ഈ ഒരു മസാല കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടോൺ പരിപാടി തന്നെ അങ്ങോട്ട് മാറിക്കിട്ടും. കേട്ടോ, നമ്മൾ മെഴുക്ക് പുരട്ടി പയറുപ്പേരി സെറ്റായി കേട്ടോ. ഇതിലേക്ക് കഴിക്കാനുള്ള ഓക്കെ റെഡി. ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു. ഓക്കെ, മസാല ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു കളറ് നോക്ക്. ഈ ഒരു സാധനം നോക്ക് നിങ്ങൾ. ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊളാക്കാൻ പാടില്ല. ഇനിയാണ് നമ്മുടെ ഈ ഒരു സാധനം കണ്ടോ. ഇതൊരു അവിടുന്ന് വരുത്തിക്കുന്ന ഒരു സാധനമാണ് കൊടുക്കുന്നത്. നമ്മൾ കാച്ചമ്പുളി എന്നൊക്കെ പറയും. കൊടംപുളി എസൻസ് അല്ലേ? ആ, കൊടംപുളീൻ്റെ എസൻസ്. ഇത് അധികമായി കഴിഞ്ഞാൽ തൊലഞ്ഞ് മനസ്സിലായി, ഭയങ്കര പുളിയാ. മതി. ഇനി നമുക്ക് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതും കൂടി ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ അങ്ങോട്ട് വേറൊരു മോഡലിലേക്ക് വരും. ബ്ലാക്ക് കളറിലേക്ക് വരും. വീഡിയോയിൽ അത്ര മനസ്സിലാവുന്നില്ല, പക്ഷെ ശരിക്ക് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കി നിങ്ങളെ ഇതൊന്നും സാധനം നോക്കി. ഇതിലേക്ക് കണ്ടോ കറിവേപ്പില നമ്മൾ നടു ഇതാക്കിയിട്ട് കുറച്ച് ഈ ഒരു അളവ്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ് മല്ലിച്ചപ്പ്. അത് എത്ര ഇട്ടാലും അത് നമുക്കൊരു ടേസ്റ്റ് കുറവ് ഫീൽ ചെയ്യില്ല. ഞാൻ അത്രയും മല്ലിച്ചപ്പ് ഇതിലിടും. ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ. കണ്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരു ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്കൊരു ചെറുനാരങ്ങൻ്റെ നീര്, കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ മതി. ഒരു പൊടിക്ക് ആ കുത്തലൊക്കെ അങ്ങോട്ട് പോകാനാണ് തിളച്ച് കഴിയുമ്പോൾ.
എന്തെങ്കിലും ഈ പൊടീൻ്റെ കുത്തലൊക്കെ ഉണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ആ സാധനം അങ്ങോട്ട് സെറ്റാവും. നമ്മൾ കുരുവൊക്കെ ഒഴിവാക്കി കുരുവൊക്കെ മാറ്റി ചെറുനാരങ്ങേൻ്റെ നീരും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു ചെറുനാരങ്ങയാണ് വേണ്ടത് നമുക്ക്. ഭയങ്കരമായിട്ട് പിഴിഞ്ഞ് തോല് പിഴിയണമെന്നില്ല, നമുക്ക് ഏകദേശം കൈ കിട്ടുന്ന അത്ര. ഭയങ്കരമായിട്ട് പിഴിഞ്ഞല്ലോ. ആ അല്ല, എന്നാലും പിഴിയാണ്ട്. അപ്പോൾ എനിക്ക് ചെറുനാരങ്ങൻ്റെ മണം നാരങ്ങ സോഡ കുടിക്കാൻ തോന്നും. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഉപ്പിട്ട് നാരങ്ങ സോഡ ഉണ്ടായി തന്നെ. ഓക്കെ, ഇതാ നമ്മുടെ കറി ഏകദേശം സെറ്റായാണ്. ഇതാണ് മക്കളെ പോർക്ക് കറി. കണ്ട, ഇതാണ് കർണാടകയിലുള്ള പോർക്ക്, കൂടക് സ്റ്റൈൽ പോർക്ക് കറി. ഇതങ്ങോട്ട് കാണുമ്പോൾ തന്നെ കണ്ടോ നിങ്ങൾ, ഒരു വല്ലാത്ത കുരുമുളകൊക്കെ കണ്ടോ കണ്ടോ. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇതിന് ഇരിക്കും തോറും വറ്റി 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 വരും വരും വരും. ഈ പൊടിക്കൊരു കഥ ഉണ്ട് കേട്ടോ. ചതതയ്ക്ക് ഒരു ദിവസേ ശ്രുതി ചെറിയ അനിയല്ലേ നമ്മളെ, ഓൻ ബൈക്കിൻ്റെ മുകളിൽ കെട്ടിമറിഞ്ഞ് വീണ് ഇവിടുത്തെ വയറിൻ്റെ ഭാഗത്തിൻ്റെ തൊലി മൊത്തം ചെത്തി അങ്ങോട്ട് പോകുന്നതാണ്. അപ്പം തന്നെ അമ്മ എന്നോട് പറഞ്ഞു കാപ്പിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വേഗം മാറും എന്ന് പറഞ്ഞു. കാപ്പിപ്പൊടി എടുക്കാൻ പറഞ്ഞു. ഇത് കാപ്പിപ്പൊടി അല്ല എന്ന് ആരെങ്കിലും പറയൂ? കറക്റ്റ് കാപ്പിപ്പൊടി. ഇതെടുത്ത് ഞാൻ അവൻ്റെ വയർമലാണ്ട് വെച്ചെടുത്ത്. പിന്നെ ഓനൊരു ഓട്ടോ ഓടിയാണ്. ആലോചിക്കാൻ വയ്യ കഥ. എനിക്ക് എപ്പോൾ കാണുമ്പോൾ ഈ പൊടി കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരിക. സത്യം തള്ളല്ല കേട്ടോ, സത്യം. അപ്പോൾ നമുക്കിത് പ്ലേറ്റിൽ സെറ്റാക്കിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. ശരി, നോക്കി ഇപ്പം സംഭവം നോക്കി. കളർ സെറ്റായില്ലേ, കണ്ടോ? ഇതാണ് പരുവം. ഇനി ഞാൻ പ്ലേറ്റിൽ സെറ്റാക്കി കാണിച്ചത്. അങ്ങനെ ആര്യമോൾക്ക് ഇതാ ഒരു പപ്പടം കാച്ചി കൊടുത്തു. ആര്യമോൾ ഉണ്ടാക്കിയ തന്നെ ഒരു മാങ്ങേൻ്റെ അച്ചാറ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോർക്കിൻ്റെ കറി അതിലേക്ക് മിക്സ് ചെയ്യാണ്. ആര്യമോൾ ഒന്നായിട്ട് എടുക്കണ്ട, ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് കറീൻ്റെ ഒരു പരുവം കിടക്കണം. അപ്പോൾ ആര്യമോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയടാ, സത്യം പറ. കഴിഞ്ഞ പ്രാവശ്യം എന്തോ വെച്ചാൽ ഞാൻ ഉപ്പ് കൂടിപ്പോയി. ഇപ്രാവശ്യം റെഡിയാണോ? എന്താ വെച്ചാൽ നമ്മളെ ഓഡിയൻസിനെ, നമ്മുടെ ഫാമിലിക്ക് മുഴുവനും ഇൻഗ്രീഡിയൻസ് കാണിച്ചു കൊടുത്തതാ. അതുകൊണ്ട് കള്ളത്തരം പറയാൻ പാടില്ല. ഞാൻ കള്ളത്തരം പറയില്ല, അങ്ങനെ പറയുന്നു. ആണോ? ആണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉറപ്പാണോ? ഗോഡ് പ്രോമിസ്. നല്ല എരിവുണ്ട് കേട്ടോ. ഇഷ്ടായോ? എരിവ് ഇഷ്ടായോ? നല്ല എരിവുണ്ട്. എപ്പോഴത്തേനേക്കാളും കൂടുതലായിട്ട് പോർക്ക് തവണ വെന്തിട്ടുണ്ട്. കുക്കർ നല്ല സ്ട്രോങ് ആണ്. ആണല്ലേ? കണ്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, മീറ്റ് ഇങ്ങനെ നല്ല ചൂട് ഉടഞ്ഞു പോയി. കണ്ടോ, ഒരു ഞെക്കലിന് ഇങ്ങനെ ആവുന്നുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ ഉടയത്തില്ല സാധാരണ, ഭയങ്കര ഉടഞ്ഞു പോയി. അപ്പൊ ആ ടേസ്റ്റ് കുറവുണ്ടോ? അല്ല, കുറവൊന്നുമില്ല. കുറച്ച് ഓവർ കുക്ക്ഡ് ആയെന്ന് തോന്നുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ആണല്ലേ? ഇഷ്ടായില്ലേ? അപ്പൊ ഓക്കെ മോളെ, ഓക്കെ മോളെ. പാകത്തിന് ഉപ്പ്, പാകത്തിന് പുളി, എവരിതിങ് ഈസ് ഫൈൻ. ആണല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞോ. ഓക്കെ ഗൈസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ്, പറഞ്ഞല്ലോ പ്രചേട്ട തിരക്കായിരുന്നു. അപ്പോൾ ഇനി വീഡിയോസ് കണ്ടിന്യൂസ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ലവ് യു. ടാറ്റാ. ബൈ ബൈ.